Hello friends, welcome to Shana's Recipes. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളരിക്കയും അതുപോലെ അച്ചിങ്ങപ്പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ കൊണ്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ മിക്കവാറും ഇങ്ങനെ ഒരു കറി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത് ഈ ഒരളവിൽ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പയർ, ഒരു 5-6 പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ലോങ് ആണ്, നല്ല നീളമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞിട്ട് കഴുകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കറി വെക്കാൻ പോണത് ഒരു ചട്ടിയിലാണ്. ഞാനപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്കൊരു 2 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്നങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടൊന്ന് വെന്ത് വരിക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 10 അല്ലി ചെറിയുള്ളി ചെറുതാണ്, അതിലേക്ക് ഒരു 1 കപ്പ് അളവിൽ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആ അരപ്പിനൊരു ചെറിയൊരു ഉപ്പ് ഉണ്ടാവാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെന്തിട്ടുള്ള ആ ഒരു വെള്ളരി പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. മുഴുവൻ വെള്ളം അങ്ങ് വറ്റിക്കണ്ട. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കുക. ഒരുപാട് അങ്ങിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വറ്റൽമുളക്, ഉള്ളി, അതുപോലെ തന്നെ കടുക്, അതുപോലെ കുറച്ച് കറിവേപ്പില കൂടിയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് താളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നേരം ഒന്ന് അങ്ങ് ചൂടായാൽ മതി. ആ അരപ്പിൻ്റെ ഒരു പച്ചക്കുത്ത് പോകുന്ന സമയത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് താളിച്ചൊഴിക്കാനുള്ളത്. ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.